NABH 6th എഡിഷൻ 10 ചാപ്റ്ററുകളിൽ ആദ്യത്തെ ചാപ്റ്ററായ ആക്സസ് അസസ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയറിൻ്റെ 6ാമത്തെ സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡ് ഇങ്ങനെയാണ് പറയുന്നത്: ലബോറട്ടറി സർവീസസ് ആർ പ്രൊവൈഡഡ് ആസ് പെർ ദ സ്കോപ്പ് ഓഫ് ദ സർവീസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് എന്തൊക്കെ സർവീസസ് ആണോ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെ നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്, അതിനാനുപാതികമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണമെന്നതാണ്. ഈ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ 10 ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് ആണ് നമുക്ക് കീപ്പ് ചെയ്യേണ്ടി വരുന്നത്. ഈ 10 ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സിൽ 9 എണ്ണവും കമ്മിറ്റ്മെൻ്റ് ആണ്, ഒരു അച്ചീവ്മെൻ്റ് ആണുള്ളത് 9ാമത്തത്. അപ്പം AAC 6 എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റാൻഡേർഡ് ലബോറട്ടറി മാനേജ്മെൻറ്റിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ടച്ച് ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത, ഇവിടെ ചില കണ്ടീഷൻസ് വെക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് കോടതിയിലൊരു കേസ് ഉണ്ടെങ്കിൽ ആ കേസ് ജഡ്ജിയുടെ അടുത്ത് വക്കീലന്മാർ തലങ്ങും വിലങ്ങും വാദിച്ചാൽ ആ വാദങ്ങളെല്ലാം ബേസ് ചെയ്യുന്നത് പോലീസ് നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ട പീനൽ കോഡിലെ സെഷൻസ് വെച്ചിട്ടായിരിക്കണം പോലീസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു സ്റ്റാൻഡേർഡിൽ നമ്മൾ പറയുന്നത്, ഒരു ഇൻവെസ്റ്റിഗേഷനിൽ നിന്നാണ് ഡോക്ടേഴ്സിന് പലപ്പോഴും എവിഡൻസുകൾ കിട്ടുക പേഷ്യൻറ്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളുടെ ആശുപത്രിയിലെ ആ സ്കോപ്പ് അനുസരിച്ച്, സർവീസസിൻ്റെ സ്കോപ്പ് അനുസരിച്ച് നമ്മൾ ഏതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ വയ്ക്കണം. ഇപ്പം കാർഡിയോളജി ആണെങ്കിൽ നമ്മുടെ സ്പെഷ്യാലിറ്റി എങ്കിൽ കാർഡിയോളജിക്ക് പറ്റിയത്, ഇപ്പം നെഫ്രോളജിയോ യൂറോളജിയോ ഒക്കെയാണ് നമുക്ക് സ്പെഷ്യാലിറ്റി ഉള്ളതെങ്കിൽ, ഇപ്പോൾ ക്രിയാറ്റിനോ യൂറിയയോ ഒക്കെ അല്ലെങ്കിൽ പൊട്ടാസ്യമോ സോഡിയോ ഒക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള ലാബ് ഫെസിലിറ്റീസ് ഇല്ലാതെ എങ്ങനെയാണ് നമുക്കൊരു നെഫ്രോളജി സ്പെഷ്യാലിറ്റി കൃത്യമായിട്ട് നടത്താൻ പറ്റുന്നത്? അതുപോലെ നമുക്ക് ഈ ഒരു ഓരോ ഇൻവെസ്റ്റിഗേഷനും നടത്തുന്നതിന് ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് ആവശ്യമാണ്. അത് ഓട്ടോമേറ്റഡ് ആയിരിക്കാം, സെമി ഓട്ടോമേറ്റഡ് ആയിരിക്കാം. ഏത് രീതിയിലാണെങ്കിലും നമ്മളുടെ സ്കോപ്പിൽ വരുന്ന ഇൻവെസ്റ്റിഗേഷൻസിനുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണമെന്നും, ഇനി ഈ എക്യുപ്മെൻറ്റ്സും ഈ ടെസ്റ്റുകളും നടത്തുന്നതിന് ആവശ്യമായ സ്ഥല സൗകര്യം ഉണ്ടാകണം. ഇൻഫ്രാസ്ട്രക്ചർ, ഫിസിക്കൽ ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതനുസരിച്ച് എത്രമാത്രം ടെസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ നടത്തുകയാണെങ്കിൽ അവിടെ തന്നെ സാമ്പിൾ കളക്ട് ചെയ്യാനും എമർജൻസി ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് പ്രോസസ്സ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റണം. അതിനുള്ള സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് ഉണ്ടാവണം. അതിനാവശ്യമായി വരുന്ന ടെസ്റ്റുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ഡ്യൂട്ടി ഷിഫ്റ്റ് കൊടുക്കാനും എമർജൻസി കോളിനുമൊക്കെ സ്റ്റാഫിനെ വിളിക്കാൻ അവൈലബിൾ അല്ല എങ്കിൽ നമുക്ക് കൃത്യമായ സമയത്ത് ആ ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ സ്റ്റാഫിൽ ആ റിസൾട്ടൊക്കെ അപ്രൂവ് ചെയ്യാനായിട്ട് ക്വാളിഫൈഡ് പേഴ്സൺസ് ഉണ്ടായിരിക്കണം. അത് വെരിഫൈ ചെയ്യാനായിട്ട് കഴിവുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അതിന് ഡിഗ്രി ഉള്ള മനുഷ്യരുണ്ടാവണം. മൈക്രോബയോളജിസ്റ്റ് ഉണ്ടാവണം, പത്തോളജിസ്റ്റ് ഉണ്ടാവണം, ബയോകെമിസ്റ്റ് ഉണ്ടാവണം. ഡിപ്പെൻസ് നമുക്ക് ആ ഇൻവെസ്റ്റിഗേഷൻസ് ഉള്ളത് ആനുപാതികമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ അപ്രൂവ് ചെയ്യുന്നത് വരെ ആ റിക്വസ്റ്റ് മുതൽ സാമ്പിൾ ബില്ലിംഗ്, സാമ്പിൾ കളക്ഷൻ, റിസൾട്ട് എൻട്രി തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവണം. അങ്ങനെ ഡോക്യുമെൻ്റ് കൃത്യമായി കീപ്പ് ചെയ്തിട്ട് ഏത് എംപ്ലോയി മാറി വന്നാലും, ഏത് സാഹചര്യം വന്നാലും ഇത് മാറിപ്പോകാതിരിക്കാനായിട്ട് അത്തരത്തിൽ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടത് നമ്മളെ സഹായിക്കും. ഇനി ഇത്തരത്തിലൊരു ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കൊടുക്കുന്നത് ഒരു ടൈം ഫ്രെയിം പ്രീ ഡിഫൈൻഡ് ആയിരിക്കണം. ടേൺ അറൗണ്ട് ടൈം എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം ഓരോ ടെസ്റ്റിനും വ്യത്യസ്തമാണ്. ആ ഓരോ ടെസ്റ്റിൻ്റെയും ടേൺ അറൗണ്ട് ടൈം, എപ്പോഴത്തേക്ക് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൃത്യമായി പ്രീ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് റിസൾട്ടുകളിൽ കൃത്യമായ ഒരു ഇൻ്റർവെൽ, നോർമൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല,
ഒരു റെഫറൻസ് വാല്യൂവിൻ്റെ ഒരു ഇൻ്റർവെൽ അവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവണം. ആ ഡിക്ലെയർ ചെയ്യപ്പെട്ടിട്ടുള്ള റെഫറൻസ് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം റിസൾട്ടിൻ്റെ ക്രിട്ടിക്കാലിറ്റിയും മറ്റുമൊക്കെ നമ്മൾ തീരുമാനിക്കാതെ റിസൾട്ടിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യേണ്ടത്. അത്തരത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ക്രിട്ടിക്കൽ വാല്യൂസ് നമ്മൾ അറിയിക്കേണ്ട മനുഷ്യരെ, ആ ട്രീറ്റിംഗ് ഡോക്ടറായിരിക്കാം, നേഴ്സായിരിക്കാം, അവരെ കൃത്യമായും ആനുപാതികമായിട്ടും അത് അറിയിക്കണം. അത് ലാബ് ഇൻചാർജിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓരോ റിസൾട്ടിൻ്റെയും ക്രിട്ടിക്കാലിറ്റി എങ്ങനെ ആരെയാണ് അറിയിക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്തിട്ട് അത് അറിയിക്കുക എന്നത്. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഈ റിസൾട്ടുകൾക്ക് വളരെ കൃത്യമായൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിരിക്കുന്നു. ഒരു സ്റ്റാൻഡേർഡ് മാനറിലായിരിക്കണം ഇത് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവിടെ ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ ആ ലാബിൻ്റെ ടൈറ്റിൽ ഉണ്ടായിരിക്കണം. പേഷ്യൻ്റെ മെഡിക്കൽ റെക്കോർഡ് നമ്പറും പേരും ഏജും എല്ലാം വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ്റെ പേര്, റെഫറൻസ് വാല്യൂ, ഒബ്സർവ്ഡ് വാല്യൂ, അതിൻ്റെ മെത്തഡോളജി ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ആ കൃത്യമായി നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്ത ഓർഗനൈസ്ഡ് മാനറിലായിരിക്കണം നമ്മളത് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതുപോലെ റിസൾട്ടിനകത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ റിസൾട്ട് നമുക്ക് റീകോൾ ചെയ്യുക, അതിനകത്തേക്ക് ഒരു അമെൻമെൻറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം. നമ്മളുടെ കയ്യിൽ അവൈലബിൾ അല്ലാത്ത റിസൾട്ടുകൾ, ടെസ്റ്റുകൾ ആരിൽ നിന്നാണ് ചെയ്തു വാങ്ങുന്നത് എന്നത് നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിരിക്കണം. അതിനൊരു MOU അവരുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടാവണം. ആ ടെസ്റ്റുകളുടെ സാമ്പിളുകൾ ആരാണ് കളക്ട് ചെയ്ത് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നതെന്ന് നമ്മുടെ സ്റ്റാഫുകൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. അതിനും ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവണം. സോ ഇങ്ങനെ 10 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകൾ ചേർന്നിട്ടാണ് നമ്മൾ ഈ AAC6 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നത്. ആ സ്റ്റാൻഡേർഡ് ലബോറട്ടറി സർവീസസ് ആർ പ്രൊവൈഡഡ് ആസ് പെർ ദ സ്കോപ്പ് ഓഫ് ദ സർവീസസ് ദാറ്റ് അവർ ഹോസ്പിറ്റൽ ഈസ് പ്രൊവൈഡിങ്. നമ്മുടെ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് നമ്മൾ ഏത് ചികിത്സയാണോ കൊടുക്കുന്നത് ആ ചികിത്സയ്ക്ക് ആനുപാതികമായിട്ടുള്ള ലാബ് ഇൻവെസ്റ്റിഗേഷനുള്ള ഫെസിലിറ്റീസ്, ഈ സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റീവ്സ് ഓരോന്നും വിശദമായി നമുക്ക് പുറകെ നോക്കാം.